ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി ബി.ജെ.പിയോട് കളിച്ചാൽ പൊള്ളുമെന്ന്. രാമായണവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച വിവാദ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തൃശൂർ എം.എൽ.എ. എ.പി. ബാലചന്ദ്രൻ. പോസ്റ്റിലെ കഥ പഴയതാണെന്നും ആരെയും മുറിവേൽപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്തായാലും ഒരു ഭയം നല്ലതാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഈ സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ ഇങ്ങനെ നാശം വിതയ്ക്കുന്നത്. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു അവർക്ക്. ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കെട്ടുപോയത്. ബാലചന്ദ്രനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു പഴയ കഥ ഇട്ടിരുന്നു. അത് ആരെയും മുറിവേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ആരും വിഷമിക്കരുത്. ഞാൻ നിർവാജ്യം ഖേദം രേഖപ്പെടുത്തുന്നു എന്നാണ് എം.എൽ.എ. കുറിച്ചത്. രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പിക്കൊടുത്തു എന്ന ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത്. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനല്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു. നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചിയും തിന്ന് കൈയും നക്കിയിരിക്കുകയാണ്. സീത പറഞ്ഞു, നോക്കിയിരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്, എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ എന്നിങ്ങനെയാണ് കുറിപ്പിലെ വാചകങ്ങൾ. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തി അതുവഴി സമൂഹത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നതാണ് എം.എൽ.എയുടെ ഈ പോസ്റ്റ് എന്നും മതസ്പർദ്ധ വളർത്തുന്ന ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിന് എം.എൽ.എക്കെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു അനീഷ് കുമാർ പരാതിയിൽ പറഞ്ഞത്. ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടി മെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നായിരുന്നു അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സത്വബോധവും തലയ്ക്ക് വെളിവുമില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കുണ്ടെന്ന് കരുതി എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യവും. ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെയും അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടായവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ അത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു. വിമർശനം കടുത്തതോടെയാണ് എം.എൽ.എ. പോസ്റ്റ് പിൻവലിച്ചത്. അതേസമയം എം.എൽ.എയുടെ പരാമർശം തള്ളി CPM-ഉം രംഗത്തെത്തിയിരുന്നു. പി. ബാലചന്ദ്രൻ എം.എൽ.എക്ക് തെറ്റുപറ്റിയെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് പറഞ്ഞു. എം.എൽ.എ. പറഞ്ഞത് പാർട്ടി നിലപാടല്ല, എം.എൽ.എ. ജാഗ്രത കാട്ടണമായിരുന്നു. പറഞ്ഞതിന് വ്യക്തി മാത്രമാണ് ഉത്തരവാദിയെന്നും വത്സരാജൻ പറഞ്ഞു. എന്തായാലും ബി.ജെ.പി. വടിയെടുത്തതും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.